പൂന്തോട്ടം എന്നാണ് നമ്മുടെ മദ്രസയുടെ പേര്. അപ്പോൾ ഈ മദ്രസയിൽ വരുന്നവരും പഠിക്കുന്ന കുട്ടികളും എല്ലാവരും ആരായിരിക്കണം മക്കളെ? എന്തിന്റെ പൂന്തോട്ടാണ് നമ്മുടെ മദ്രസയുടെ പേര്? അതിന്റെ അറബി എന്താണ്? റിയാദുസ് സ്വാലിഹീൻ. നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു സ്വാലിഹായ തൗഫീഖ് നൽകട്ടെ. ഇതായിരുന്നു മഹാന്മാരായ പ്രവാചകന്മാരുടെ പ്രാർത്ഥന, അല്ലേ? നമ്മൾ മദ്രസയിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ കൂടുതലുള്ളത്. രക്ഷിതാക്കൾ വളരെ കുറവായിട്ടാണ് ഞാൻ കണ്ടത്. ഇൻഷാ അല്ലാഹ് എല്ലാ രക്ഷിതാക്കളും ഇതുപോലത്തെ യോഗങ്ങൾക്ക് നമുക്ക് വരുത്തേണ്ടതുണ്ട്. എന്നാൽ 57 കുട്ടികളെ ഉസ്താദ് 54 കുട്ടികൾ ഉണ്ടായിരിക്കുമ്പോൾ 25 രക്ഷിതാക്കളായി വരണ്ടേ? ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയതല്ലേ? അതുകൂടെ കാണാത്ത ഇൻഷാ അല്ലാഹ് എന്തോ എന്നറിയില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് ഘട്ടം ഘട്ടങ്ങളായിട്ട് എല്ലാ രക്ഷിതാക്കളും ഈ റിയാദുസ് സ്വാലിഹീൻ എന്നുള്ള ഈ പൂന്തോട്ടത്തിനോടുള്ള ബന്ധം നിലനിർത്തണം. എന്നാലേ നമ്മുടെ മക്കളുടെ ഭാവി നമുക്ക് ഘട്ടം ഘട്ടങ്ങളായി മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു മോനെ? ഓർമ്മ ഉണ്ടോ? ഉസ്താദ് എന്താ പറഞ്ഞു? എന്താ പറഞ്ഞതിന്റെ മുമ്പ്? ആർക്കും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളെ ശ്രദ്ധ എല്ലാവരും ഇങ്ങോട്ട് വരലാണ്. ഇങ്ങനെയാണ് ഉസ്താദ്മാര് ക്ലാസ് എടുക്കുക. ഞങ്ങൾ ഇങ്ങനെ കിടക്കോരോ ഞങ്ങൾ മറന്നമായി അഭിനയിക്കും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോന്ന്, അല്ലേ? നമ്മുടെ മദ്രസയിൽ വന്ന ഉടനെ തന്നെ ആദ്യം എന്താ പഠിച്ചത് മോനെ? 1ാം ക്ലാസ്സിൽ വന്നേക്ക് ആദ്യം എന്താ പഠിച്ചത്? അലിഫ്. അൽഹംദുലില്ലാ. ആ അലിഫിന്റെ പോലെ വേർഡ് നമ്മൾ പഠിച്ചത് അതെന്തായിരുന്നു? എണീറ്റ് അദ്ദബ് എന്ന് പറഞ്ഞാൽ മക്കളെ, അദ്ദബ് എന്നല്ലേ നമ്മൾ ആദ്യം പഠിച്ചത് 1ാം ക്ലാസ്സിൽ? എന്താണ് അദ്ദബ് പറഞ്ഞാൽ? അതിന്റെ മീനിങ് എന്താ പോലെ? മര്യാദ, അല്ലേ? നിങ്ങളെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നല്ല അദബിന്റെ കുട്ടികളാണ്. അല്ലാഹു നിലനിർത്തട്ടെ. അപ്പോ അദബ് നമ്മൾ പഠിക്കണം, നമ്മൾ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടണം. അതല്ലേ റിയാദുസ് സ്വാലിഹീൻ നമ്മുടെ മദ്രസന്റെ പേര്? ഖുർആനിൽ ഒരു സൂറത്തുണ്ട് മക്കളെ, സൂറത്ത് യൂസുഫ്. എന്താണ്? അതിലൊരു ആയത്തുണ്ട്, റബ്ബിക ആതൈതനി മിനൽ മുൽകി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما والحقني بالصالحين. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറയുകയാണ്, പടച്ച തമ്പുരാനേ, എനിക്ക് നീ സൗന്ദര്യം നൽകിയിട്ടുണ്ട്, എനിക്ക് നീ രാജസ്ഥാനം നൽകിയിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ സംതൃപ്തനല്ല. എന്നെ സജ്ജനങ്ങളോട് ചേർക്കണേ അല്ലാഹ്. ഇതായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന. അപ്പൊ ആ സജ്ജനങ്ങളാകാൻ വേണ്ടി നമ്മൾ പഠിക്കണം. പഠിച്ചാൽ മാത്രം പോലെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഒരു ദിവസം എത്ര നേരം നിസ്കാരം പോലെ? 5 നേരം. ഇന്ന് സുഖനിസ്കരിച്ച കുട്ടികളുടെ കൈ വയസ്സായി. അൽഹംദുലില്ലാ. കുട്ടികൾ കേട്ടോ, അൽഹംദുലില്ലാ, താത്തിക്കോളി. നല്ല കുട്ടികളാണ്. എല്ലാവരും സുഖനിസ്കരിക്കണം. രാവിലെ മദ്രസക്ക് വരുന്നതിന് മുമ്പ് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. പരിശുദ്ധ ഖുർആൻ നിശ്ചയം നിസ്കാരം അത് സമയം നിർണയിക്കപ്പെട്ട ഫർളാണ്. ഇതാണ് അതിന്റെ മീനിങ്. ഇപ്പൊ നമ്മൾ ഒന്നാമത്തതായ നിസ്കാരം എല്ലാവരും നിലനിർത്തും. സുബ്ഹ് നിസ്കരിക്കാതെ ഒരു കുട്ടികളും മദ്രസയിലേക്ക് വരരുത്. വലിയ കുട്ടികളൊക്കെ ആകുമ്പോൾ, പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവർക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അത് കുഴപ്പമില്ല. ആൺകുട്ടികൾക്ക് എന്തായാലും അങ്ങനത്തെ സാഹചര്യമില്ലല്ലോ. എല്ലാവരും സുബ്ഹ് നിസ്കരിച്ചിട്ട് പള്ളിയിലേക്ക് വരിക. ഉമ്മമാരെന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികൾ നമ്മൾ എണീക്കുമ്പോൾ തന്നെ സുബ്ഹിന്റെ മുമ്പ് ആ അർശിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് കാറ്റടിച്ച് വീശുന്ന അത്താഴത്തിന്റെ ഒരു സമയമുണ്ട്, പ്രഭാതത്തിന്റെ മുമ്പ്. ആ സമയത്ത് നമ്മളെ കുട്ടികളൊക്കെ വിളിച്ച് എണീറ്റ് നമ്മളൊന്ന് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അവർക്കൊന്ന് ഓതു കൊടുക്കുന്നതിന് മുമ്പൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോടൊപ്പം 2 റക്അത്ത് അവരെ നിസ്കരിപ്പിച്ച് സുബ്ഹ് നിസ്കരിച്ചിട്ട് കുട്ടികളെ നമ്മുടെ മദ്രസയിലേക്ക് വിടുന്ന സമയത്ത് കുട്ടികളെ കയ്യും പിടിച്ച് ഉമ്മമാർ നമ്മുടെ ഗേറ്റ് വരെയെങ്കിലും അവരോടൊപ്പം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് വലിയ സന്തോഷം ഉണ്ടാവും. ഇപ്പൊ സാധാരണ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഉമ്മമാര് കുട്ടികളെ വിളിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? മുപ്പായിക്കടിയിപ്പിച്ച് തൊപ്പിക്കടിയിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞായിരിക്കും. അപ്പൊ കുട്ടി മദ്രസയിലേക്ക് വരുമ്പോ ഉമ്മയും വാപ്പയും ഉഷാറായിട്ട് പുറത്തും കൂടി ഉറങ്ങിക്കാറ്. മനസ്സിലായി? കുട്ടി പോയിട്ട് വേണം ഒന്ന് കിടക്കാന്. ഒരു നിസ്കരിച്ചിട്ട് തന്നെ ആയിരിക്കും.
കുട്ടി പോയിട്ട് വേണം ഒന്ന് കിടക്കാൻ. പക്ഷെ ഒരു കുട്ടി കാണരുത്. മദ്രസിലേക്ക് വരുന്ന 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 വയസ്സുകാരനായ കുട്ടി നമ്മൾ കിടന്നുറങ്ങുന്നത് കാണരുത്. അപ്പൊ കുട്ടിയുടെ മനസ്സിലാകുന്ന വിചാരമോ, ഇന്ന് മദ്രസക്ക് പറഞ്ഞയച്ചിട്ട് ചിലപ്പോൾ നല്ല മഴ ഉണ്ടാവും അല്ലെ, ചില സമയത്ത് ആ നല്ല തണുപ്പിന്റെ ഒരു സമയം വരുന്നുണ്ട്. ആ തണുപ്പത്തൊക്കെ എന്നെ മദ്രസക്ക് പറഞ്ഞയച്ചിട്ട് ഉമ്മ വാക്ക് സാറായിട്ട് കടന്നു. നമ്മൾക്ക് ഉറങ്ങാം, പക്ഷെ നമ്മൾ ആ സമയത്ത് ഉറങ്ങുന്നത് കുട്ടികൾ കാണരുത്. അവരുടെ മാനസികമായിട്ട് അവർക്ക് പ്രയാസം ഉണ്ടാകും. ഞാൻ ചെറിയ കുട്ടിയല്ലേ, ചില കുട്ടികളുടെ ജോലിയാണെന്ന് അവരുടെ വിചാരം. ചെറുതാകുമ്പോൾ മദ്രസക്ക് പോവുക, പിന്നെ ഒരു 8-9 മണിയായി സ്കൂളിൽ പോവുക, അതുപോലെ തന്നെ പാല് മേടിച്ചിട്ട് വരിക, ഇതൊക്കെ കുട്ടികളുടെ ജോലിയാണെന്നാണ് കുട്ടികളുടെ വിചാരം. ഒരു യാന്ത്രികമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ബഹുമാനപ്പെട്ട ഉമ്മർക്ക് പറഞ്ഞല്ലോ, നമ്മുടെ കുട്ടികളുടെ കാര്യം ഇന്ന് വലിയ പരിതാപകരമാണ്. 2-3 കാര്യത്തിന് കുട്ടികൾ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ചോളൂ, 2-3 വിഷയങ്ങളിൽ നമ്മുടെ മക്കൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒന്നാണ് ലഹരി. അതിൽ നിന്ന് കുട്ടികൾ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ. മറ്റൊന്ന് നമ്മുടെ മൊബൈൽ ടെലിഫോൺ, അതിന് കുട്ടികൾ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, അതുപോലെ ഞാൻ പറയുന്നില്ല, നമ്മുടെ മദ്രസയിലൊക്കെ ചെറിയ കുട്ടികളായതുകൊണ്ട്, അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ പ്രേമത്തിന് ഇന്ന് കുട്ടികൾ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 3 വിഷയത്തിലാണ് നമ്മുടെ കുട്ടികളെ നമ്മൾക്ക് പിടിച്ചാൽ കിട്ടാത്തത്. 2-ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 5-ാം ക്ലാസ് മുതൽ, അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക കലാലയങ്ങളിലൊക്കെ ലഹരിക്ക് കുട്ടികൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും ലഹരി വിൽപ്പന കേന്ദ്രങ്ങൾ ഭൗതിക കലാലയങ്ങളുടെ കവാടങ്ങളാണ്. അപ്പൊ നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം? നമുക്ക് സംസ്കരിച്ചെടുക്കണം. ഒരു ഉമ്മയുടെയും വാപ്പയുടെയും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആ മക്കളെ തെർബിയത്ത് നടത്തലാണ്, പരിപാലിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഉസ്താദുമാരുടെ കർത്തവ്യം. ആദ്യത്തെ ഉമ്മയുടെ കുട്ടിയുടെ മദ്രസ് ഉമ്മയുടെ മടിത്തട്ടാണെന്ന് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വലിയ മദ്ഹബിന്റെ ഇമാമാണ്. 11 ലക്ഷത്തോളം ഹദീസ് മനപ്പാടമുള്ള മദ്ഹബിന്റെ ഇമാമാണ്. തന്നെയുമല്ല, നമ്മുടെ ഇമാമാണ് ഷാഫിഈ തങ്ങൾ. അതുപോലെ തന്നെ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഹാഫിളായിരുന്നു. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയാണ്, കുതുബുൽ അക്താബാണ്. അദ്ദേഹം ഖുർആൻ ഹാഫിളായിരുന്നു. എങ്ങനെ ഹാഫിളാക്കി? ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ പോയി പഠിച്ചിട്ടില്ല. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ എങ്ങനെ ഖുർആൻ മനപ്പാടമാക്കി? ഉമ്മ ഓതുന്നത് കേട്ടിട്ട്. ഉമ്മ ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ആര് മനപ്പാടമാക്കിയത്? മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ മനപ്പാടമാക്കിയത്. അപ്പൊ ഉമ്മമാരാണ് കുട്ടികളുടെ ഒന്നാമത്തെ മദ്രസ. ഉമ്മയുടെ മടിത്തട്ടാണ് ഒന്നാമത്തെ മദ്രസ. അപ്പൊ ഉമ്മമാര് ഇവിടെ അല്ല, 2-3 ഉമ്മമാരൊക്കെ കാണാനുണ്ട് തോന്നുന്നു. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ഉമ്മമാർക്ക് കൊടുക്കാൻ വേറെ ക്ലാസ് ഉണ്ട്. അവർക്ക് പ്രത്യേകമായിട്ട് നമുക്കൊരു ക്ലാസ് ഉമ്മമാർക്ക് മാത്രം. എന്താ പറഞ്ഞാൽ ഇവിടെ ഉമ്മമാർ വരാത്തത് കൊണ്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയൊക്കെ ഒരു നമ്മുടെ ഉഷാറായിട്ട് ഇങ്ങനെ ഒരു പ്രവേശനോത്സവം നടത്തുമ്പോൾ കൂടുതൽ രക്ഷിതാക്കൾ ഇല്ലാത്ത, ഒന്നും ഉണ്ടായിട്ട് പറയില്ല, ഇല്ലാത്ത ഒരു മജ്‌ലിസിൽ ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. കുട്ടികളോടൊപ്പം എന്താ പറയുന്നത്? അവര് ചെറിയ കുട്ടികളാണ്. ഏത് കാര്യം അവരുടെ ഹൃദയം, നിങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞ ഉസ്താദുമാർക്കറിയോ? പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ ഞാൻ 92 മദ്രസയിൽ പഠിപ്പിക്കൽ തുടങ്ങിയതാണ്. ഖത്തീബായിട്ട് തന്നെ 24ാമത്തെ വർഷമാണ്. ബഹുമാനപ്പെട്ട കാസിം ഉസ്താദ് 34 വർഷം ഖത്തീബായി ജോലിയതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് കുറെ വർഷമായി. അപ്പൊ ഈ നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാര് പറഞ്ഞാല് പുതിയതായിട്ട് മദ്രസയിലേക്ക് വരുന്ന ഉസ്താദുമാരല്ല. കുട്ടികളുടെ സൈക്കോളജി, അവർ നിങ്ങളുടെ മനഃശാസ്ത്രം, നിങ്ങളുടെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങളെ എല്ലാവരും പറ്റി എനിക്ക് മനസ്സിലായി. 10ാം ക്ലാസ്സിലുള്ള കുട്ടികളൊന്നും എണീറ്റുന്നാണ്. 10ാം ക്ലാസ്സിലേക്ക് പ്രാവശ്യം ജയിച്ചവര് അൽഹംദുലില്ലാ, ഒരാൺകുട്ടി 3 പെൺകുട്ടികളല്ലേ ഇരുന്നോളി. അള്ളാഹു ആഫിയായിരുന്നു നൽകട്ടെ മക്കള്. പിന്നെ പൊതുപരീക്ഷയിലൊക്കെ നമ്മൾ എല്ലാവരും പാസ്സായില്ലേ? സമസ്ത പരീക്ഷ നടത്തിയിലൊക്കെ നമ്മുടെ മദ്രസയിലെ 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 10ാം ക്ലാസ്, 10ാം ക്ലാസ് ഇപ്രാവശ്യം 10ാം ക്ലാസ് ഇല്ലേ? എല്ലാ കുട്ടികളും വരണം കേട്ടോ. സാധന്മാരെ ക്ലാസ് കേട്ടാൽ നിങ്ങൾ വരെ പോവില്ല. പിന്നെ നിങ്ങൾ കരുതും, മക്കളെ നിങ്ങൾ കരുതും ഞങ്ങൾക്ക് മദ്രസ ഇഷ്ടം, അതീ ചെന്ന് സ്കൂൾക്ക് പോകണ്ടെന്ന് ഉസ്താദുമാർ പറയില്ല. നിങ്ങൾ സ്കൂൾക്ക് പോകണം. ഇസ്ലാം എന്താ പറയുന്നത്? സമ്മിശ്ര ഖുർആനിന്റെ 1ാമത്തെ ആയത്തിന്റെ നിലനിന്നു. അള്ളാഹു പറയാം, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ വായിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇസ്ലാം ഇസ് ദ ബെസ്റ്റ് റിലീജിയൻ ബട്ട് വേ ഓഫ് ദ മുസ്ലിം. കണ്ടോ?
ഇസ്ലാമിനെ സംബന്ധിച്ച് ചിന്തകന്മാർ പറഞ്ഞതാണ്, ഇസ്ലാം ഒരു ബെസ്റ്റ് മതമാണ്. പക്ഷെ ഇസ്ലാം അനുസരിച്ച് നടക്കുന്ന ആളുകൾ എവിടെ? നമ്മൾ പറയും ഞാൻ മുസ്ലിമാണ്, ഞാൻ വലിയ തരീക്കട്ടൊക്കെ കെട്ടി അല്ലെ, താടിയൊക്കെ ചെറുതായി വെച്ച് പെണ്ണുങ്ങളെ കുറിച്ചായി മക്കളെട്ട് പറത്തേക്ക് ഇട്ടിട്ട് നടന്നാലൊന്നും മുസ്ലിം ആവൂല. താടി വെച്ചതിന്റെ പേരില്, പറത്തിട്ടതിന്റെ പേരില്, തൊട്ടി വെച്ചതിന്റെ പേരില് മുങ്ങിരിങ്ങള് നമ്മളൊന്നും പരിപൂർണ്ണ മുസ്ലിം ആവില്ല. നമ്മൾ മുസ്ലിമാണോ? നിസ്കാരം നിലനിർത്തുന്നവരാണ്, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾക്ക് കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികളാണ് ഉൾപ്പെടുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു മനസ്സ് വേണം. മദ്രസക്ക് വരാൻ ഇഷ്ടമുള്ള ഒരു കുട്ടികളെ കൈ വെച്ചാൽ നിങ്ങൾക്ക് നീ ഉസ്താദ് ചോദിക്കട്ടെ, അതികൊള്ളു മോനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം മദ്രസയാണോ സ്കൂളാണോ? സത്യം പറഞ്ഞു എണീറ്റ് പറയാം. എന്താ മദ്രസ ഇഷ്ടപ്പെടാൻ കാരണം? എന്തിനൊരു കാരണം ഉണ്ടാവുമല്ലോ അല്ലേ? ഉസ്താദിനൂടെ ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്താ കാരണം എന്നോ? നല്ല ഗ്രാമമാണ്, ഇവിടെ ശബ്ദ മലിനീകരണങ്ങളില്ല, വാഹനങ്ങൾ ഒച്ചപ്പാടില്ല. എനിക്ക് ഉസ്താദെ കടന്നുറങ്ങാം. ഞാൻ കടന്നുറങ്ങുന്ന ആളല്ല കേട്ടോ, അത് വേറെ കാര്യം. ഞാനങ്ങനെ കടന്നു ചോറ് വെച്ച് കടന്നുറങ്ങുന്ന ഒരു ഉസ്താദല്ല. ഇരുന്നോ? മദ്രസ ഇഷ്ടപ്പെടാന് എന്താ കാരണം എന്നായിരിക്കും പറയാൻ കഴിയും? മദ്രസയിൽ നിങ്ങൾക്ക് ഏതോ ഒരു ഉസ്താദിനെ നല്ല ഇഷ്ടമുണ്ടായിരുന്നില്ലേ? ഒരു ഉസ്താദിനെ നിങ്ങൾക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നില്ലേ? ആ ഉസ്താദിന്റെ പേര് ഇപ്പൊ പറയണ്ട. ആ ഉസ്താദിനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ഉസ്താദിന് നല്ല ഇപ്പൊ പറയുന്ന പോലെ പേര് ഷാമിലില്ലേ? അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് നൽകട്ടെ നമുക്ക് എല്ലാവർക്കും. ഷാമിൽ പറഞ്ഞ ഉസ്താദിന്റെ സ്വഭാവം, നമ്മൾ സ്വഭാവം നന്നാക്കിക്കൂടെ? നമ്മൾ എന്തിനാ മദ്രസയിൽ നമുക്ക് ഒരു പുസ്തകം പഠിക്കുന്നില്ല? ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അതിന്റെ പേര് വേറൊരു സംസ്ഥ കൊടുത്തിരുന്നു, അഖ്ലാം. പിന്നെ കുറച്ച് ദിവസം പോലെ ഞങ്ങളൊരു കിതാബ് ഓതുന്നുണ്ട്, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ചത്. അതിന്റെ പേരെന്താണ്? വേറെ കിതാബുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ നന്നാവണമെങ്കിൽ മക്കളെ സ്വഭാവം നന്നാക്കാൻ ഉദ്ദേശിച്ചില്ല, നല്ല കുട്ടികളാണെന്ന് തീരുമാനിച്ചില്ലേ? അതിന് ആദ്യത്തെ പണി നമ്മുടെ സ്വഭാവം നന്നാക്കാനാണ്. നിങ്ങളിപ്പോ എവിടേക്ക് വേണേലും പോകും. നിങ്ങളുടെ മനസ്സ് പറഞ്ഞാല് വെള്ളത്തിലിട്ട പന്തിന്റെ പോലെയാണ്, എവിടേക്ക് വേണേലും പോകും അല്ലെ? നമ്മുടെ മനസ്സിനെ ഒരു വിഷയത്തിൽ, നമ്മുടെ ചിന്തയെ ഒരു വിഷയത്തിൽ ഉറപ്പിച്ചു നിർത്തണം. പഠിക്കാനിരുന്ന പഠിക്കുക, കളിക്കാൻ പോയാലോ കളിക്കണം. അങ്ങനെ കളിക്കാൻ കുറച്ച് സമയം തരുന്നുണ്ട് കേട്ടോ. കളി ഇഷ്ടമല്ല കുട്ടികളെ എണീറ്റുന്നാണ്. കളി ഇഷ്ടമല്ല, എല്ലാവർക്കും കളി ഇഷ്ടമാണ് അല്ലേ? നല്ല ആൾക്കാർ ഇരുന്നോളി. കളി വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്, കളിക്കണം. കുട്ടികളെ കുറച്ച് കളിക്കാൻ പറഞ്ഞതാണ്. وينبغي أن يؤذن له بعد الانصراف أي الأبلغ الجميل يستريح إليه من ذاك المكتب. അങ്ങനെ ഒരു ഹദീസ് എന്നിട്ട് പറഞ്ഞിട്ട് എപ്പോഴും ഓരോട് പഠിക്കാൻ പറഞ്ഞാല് യുമീതു ഖൽബുഹു നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും പഠിക്കാൻ പറഞ്ഞ ഉമ്മാർക്ക്, കുട്ടികൾക്ക് ഏറ്റവും ഉമ്മാനും ദേഷ്യം വരുന്ന പരീക്ഷന്റെ എക്സാമിന്റെ സമയം വന്ന ഉമ്മാർക്ക് ഒരേ ഒരു വാക്കുള്ളൂ, പഠിച്ചതാ. ഭക്ഷണം പറഞ്ഞ ഉമ്മാനെ കണ്ടാൽ ഉമ്മാന്റെ അടുത്ത് പോയാൽ ചോദിച്ചു, നാളെന്താ പരീക്ഷ, നാളെന്താ സബ്ജക്ട് എഴുതിയോ, പോയത് പഠിക്കണം. ഈ രണ്ട് വാക്ക് മാത്രമേ കുട്ടികൾക്കുള്ളൂ. പിന്നെ ഉമ്മാക്കേണ്ട ഒരു വേറെ പരിപാടി, ഫോൺ എടുക്കണ്ട. എന്നിട്ട് ഉമ്മാരോ നമ്മളെ ചെക്കന്മാര് നിർത്തിട്ടുണ്ടാവും ചിലപ്പോ അല്ലേ? നമ്മൾ നോക്കുമ്പോ നെറ്റ് ഉണ്ടാവില്ല. അപ്പോ അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോളെ, ആവശ്യത്തിന് മാത്രം. അപ്പൊ നമ്മുടെ സ്വഭാവ സംസ്കരണം നമ്മൾ നടത്തണം. നിബിതങ്ങളുടെ സ്വഭാവം ഇരുന്നല്ലോ. റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനിൽ ആയിഷ ബീവിയുടെ കാര്യം കുറെ ഭാര്യമാരുണ്ട്. പക്ഷേ മെയിനായിട്ട് നിബിതങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള ആയിഷ ബീവിയോട് ഒരിക്കൽ ഒരു സ്വഹാബി വന്ന് ചോദിച്ചു, നബിയെ, ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ സ്വഭാവം എങ്ങനെയാണ്? റിയാദുസ് സാലിഹീൻ മദ്രസ കുട്ടികളുടെ സ്വഭാവത്തിന്റെ പോലെയാണോ? അല്ല. അപ്പോ നിബിതങ്ങളുടെ സ്വഭാവത്തെ പറ്റി ആയിഷ ബീവി പറഞ്ഞു കൊടുക്കണം, ഖുലുഖുൽ ഖുർആൻ. നിബിതങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. നമ്മുടെ സ്വഭാവം അങ്ങനെ ആക്കി മാറ്റാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ സ്വഭാവം നമ്മൾ നന്നാക്കണം. മെയിനായിട്ട് അകവും വേണം. അത് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു
ഇപ്പൊ ഈ മൈക്ക് ഉസ്താദ് സംസാരിക്കുന്ന ഈ മൈക്ക് ഇത് ഇവിടെ തന്നെയാണ് വെക്കേണ്ടത്. ഇതാണ് ഇതിന്റെ അതവ്. ഇത് ഞാൻ ഈ മൈക്കിന്റെ എടുത്തിട്ട് ഇവിടെ കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചാലോ, അത് അതവല്ല. ഒരു വസ്തുവിനെ ഇതാണ് അതവ്. ഒരു വസ്തുവിനെ വെക്കേണ്ട സ്ഥാനത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അതവുണ്ടാകുമ്പോ മദ്രസക്ക് വരാൻ നേരം മദ്രസക്ക് വരാൻ നേരം വഴുകില്ല. എങ്ങനെയെന്നോ, നമ്മള് എല്ലാ കുട്ടികൾക്കും മദ്രസക്ക് വരാൻ എങ്ങനെ സമയം വഴുകുന്നോ, മദ്രസയുടെ വിട്ടുപോയാൽ തൊപ്പി എടുത്തിട്ട് ഒരൊറ്റയാണ്, പുസ്തകം എടുത്തിട്ട് അപ്പുറത്തേക്ക് വരെയുള്ളൂ, പേന എടുത്തിട്ട് വേറെ എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. എന്നിട്ട് ചായ കുടിച്ചിട്ട് ഇങ്ങനെ നടക്കും. മദ്രസയിൽ 7 മണിക്ക് ബെല്ലടിക്കും. ബെല്ലടിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കേൾക്കാം. അപ്പോഴേക്കാരും ഉമ്മാനോട് പോയിട്ട് എന്റെ പേനവിടെ, എന്റെ ബാഗവിടെ, എന്റെ ഖുർആനവിടെ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം മക്കളെ, നിങ്ങളുടെ പാഠവും പുസ്തകങ്ങളും ഉപകരണങ്ങളും വെക്കേണ്ട ഒരു സ്ഥലം വീട്ടിലുണ്ടായിരിക്കും. സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്, വെക്കേണ്ട സ്ഥലത്ത് വെക്കുക. നിങ്ങളുടെ വസ്ത്രങ്ങളടക്കം. ചിലരോട് തൊപ്പില്ലാതൊക്കെ ആൺകുട്ടികൾ വരും. എവിടെ തൊപ്പി? മറന്നു പറയും. തൊപ്പി മറന്നു പറഞ്ഞ വലിയ പ്രശ്നമല്ല, ഫാന്റ് മറന്നു പറഞ്ഞാലോ. അങ്ങനെ നമ്മൾക്ക് സാധനങ്ങൾ വേഗം എടുക്കണം. ഞങ്ങൾ ഉസ്താമാരുടെ റൂമിലൊക്കെ കയറി വെക്കുകയാണ്. ഞങ്ങൾ ഉസ്താമാരുടെ റൂമിലൊക്കെ അവരെ സാധനങ്ങൾ വെക്കുന്ന, വസ്ത്രങ്ങൾ വെക്കുന്ന, പുസ്തകങ്ങൾ വെക്കുന്ന ആചരപ്പെട്ടിയൊക്കെ ഞങ്ങൾ പൊതിഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം? ഉസ്താമാരെ പാഠപുസ്തകങ്ങൾ തന്നു കഴിഞ്ഞാൽ അതൊക്കെ പൊതിഞ്ഞ് പേരൊക്കെ എഴുതിയിട്ട് ഉഷാറായിട്ട് വരണം. അങ്ങനെ രാവിലെ എഴുതിയിട്ട് കുറിച്ച് അതോടുകൂടെ നിങ്ങൾ സാധനങ്ങളൊക്കെ കൃത്യ സ്ഥലത്ത് തന്നെ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ മദ്രസയ്ക്ക് വരുമ്പോൾ നേരം വഴുകൂല. പിന്നെ അത് കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾ നേരം വഴുകി കഴിയും. അപ്പോഴേക്കും ഉസ്താദ് ഒരു ക്ലാസ് ഇവിടെ എടുത്തു പോയിട്ടുണ്ട്. അവിടെ 3 ഉസ്താദുമാർ 10 ക്ലാസ് എടുക്കുന്നത്. 3 ഉസ്താദുമാർ എത്ര ക്ലാസ് എടുക്കുന്നത്? 10 ക്ലാസ്. ശരിക്കും ഒരു ഉസ്താദിന് 3/4 മണിക്കൂർ കൊണ്ടാണ് ഒരു ക്ലാസ് തീർക്കേണ്ടത്. ഞങ്ങൾക്ക് ആകെ ചിലപ്പോൾ 1 മണിക്കൂറേ കിട്ടുള്ളൂ. ഈ 1 മണിക്കൂറിൽ ഞങ്ങൾ 3 ക്ലാസ് എടുക്കണം. അപ്പൊ ഒരു ക്ലാസ്സിൽ 2, 3, 5 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടി വഴുകി വന്നു കഴിഞ്ഞാലും ഉസ്താദ് ക്ലാസ് എടുത്തത് ഇപ്പൊ ഓഫ്ലൈൻ ആയിട്ടാണല്ലോ ക്ലാസ് നടക്കുന്നത്, ഓൺലൈനിലല്ലോ. ഓൺലൈനാണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് അടിച്ച് നമുക്ക് കേൾക്കുക. ഇതാ പറ്റൂല. ഉസ്താദിന്റെ വായിൽ നിന്ന് ഏത് ഉസ്താദാണ് ക്ലാസ് എടുക്കണം, ആ ക്ലാസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ക്ലാസ് നഷ്ടപ്പെട്ട് കിട്ടൂല. ഏറ്റവും പഠിക്കാനുള്ള ഒരു ഒന്നാമത്തെ ഐഡിയ ഉസ്താദുമാരുടെ, അധ്യാപകരുടെ ക്ലാസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പഠിക്കും. ഇൻഷാ അല്ലാഹ് ഉസ്താദ് കളിച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് ക്ലാസ്സിൽ പറയാം. പുസ്തകത്തിന്റെ വിലയൊക്കെ നമ്മുടെ ഉസ്താദ് ഒന്ന് പറഞ്ഞു കൊടുത്തു. അത് നിങ്ങൾ പൈസ വേഗം എത്തിച്ചേരണം. ആരെത്തിക്കുന്നത് നമ്മളെ അല്ലെ? നമ്മള് അപ്പൊ അതിന്റെ വിലയൊക്കെ ഓരോ ക്ലാസ്സിലും പുസ്തകത്തിന്റെ വില ബഹുമാനപ്പെട്ട ഉസ്താദ് ഒന്ന് പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മളോട് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് അബ്ദുൾ റസാഖ് ഉസ്താദ് 2 മിനിറ്റ് സംസാരിക്കും. ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിച്ചു കൊടുക്കുന്നു. അതിന്റെ ശേഷം ബഹുമാനപ്പെട്ട ക്ലാസ്സിൽ ഉസ്താദ് സംസാരിക്കും. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് മദ്രസ തുറന്നിട്ട് ഉസ്താദുമാര് ഘട്ടങ്ങളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അല്ലാഹു നല്ല നിലക്ക് നമ്മൾക്ക് മദ്രസയിൽ പഠിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.